ഹല്ലേലൂയ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിൻ്റെ മഹത്വം യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളിലെല്ലാവരിലും പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു തൻ്റെ പരസ്യജീവിതകാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച ഉടനെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു. ഈശോയ്ക്ക് തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആവശ്യമായിരുന്നെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എത്രത്തോളം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് ഉദ്ബോധിപ്പിച്ചത്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. തുടർന്ന് ഈശോ ഇപ്രകാരം പറയുന്നു: തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി സ്വർഗീയ പിതാവ് തൻ്റെ പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി സ്വർഗീയ പിതാവ് തൻ്റെ ആത്മാവിന് നൽകുകയില്ല. നമ്മുടെ അനുദിന പ്രാർത്ഥനകളിൽ നമുക്ക് ഓരോ ശ്വാസോച്ഛ്വാസത്തിലും പിതാവായ ദൈവത്തോട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.